ലിവർ സിറോസിസ് ശരീരം പ്രകടമാക്കുന്ന ലക്ഷണങ്ങൾ. ചർമ്മത്തിൽ പ്രകടമാകുന്ന പല ലക്ഷണങ്ങളും ലിവർ സിറോസിസിന്റെ സൂചനയാകാം. ലിവർ സിറോസിസ് എല്ലായ്പ്പോഴും വേദനയോടെയാകില്ല തുടങ്ങുന്നത്. പലപ്പോഴും ചർമ്മത്തിലും നഖങ്ങളിലുമൊക്കെയാകും ആദ്യ ലക്ഷണങ്ങൾ പ്രകടമാകുന്നത്. ചർമ്മത്തിലോ കണ്ണുകളിലോ പ്രത്യക്ഷമാകുന്ന മഞ്ഞനിറം അപകട സൂചനയാണ്. കരളിന് ശരിയായി പ്രവർത്തിക്കാത്തത് മൂലം രക്തത്തിൽ ബിലിറുബിൻ അടിഞ്ഞുകൂടുന്നത് കൊണ്ടാണ് മഞ്ഞനിറം ഉണ്ടാകുന്നത്. കഠിനമായ ചൊറിച്ചിൽ, പ്രത്യേകിച്ച് രാത്രിയിൽ വരുന്നത് ലിവർ സിറോസിസിന്റെ ആദ്യ ലക്ഷണമാകാം. ചർമ്മത്തിനടിയിൽ ബെൽസോൾട്ട് അടിഞ്ഞുകൂടുന്നത് കൊണ്ടാണ് ചൊറിച്ചിലുണ്ടാകുന്നത്. ചർമ്മത്തിൽ ചതവും നീലിച്ച നിറവും, മൂക്കിൽ നിന്ന് രക്തം വരികയും ചെയ്യും. കേടുപാട് ബാധിച്ച കരൾ രക്തം കട്ടപിടിക്കുന്ന പ്രോട്ടീനുകൾ വളരെ കുറച്ചു മാത്രം ഉൽപ്പാദിപ്പിക്കുന്നത് മൂലം ശരീരത്തിൽ ബ്ലീഡിംഗ് ഉണ്ടാവാം. ചർമ്മത്തിൽ പിഗ്മെന്റേഷനും നഖത്തിന് നിറമാറ്റവും സിറോസിസ് മൂലമുണ്ടാകാം. നഖം വിളറുകയും പൊട്ടലുകൾ ഉണ്ടാവുകയും ചെയ്യും. ശരീരത്തിലുണ്ടാകുന്ന മെറ്റബോളിക് സ്ട്രെസ്സിന്റെ സൂചനയാണിത്. കൈപ്പത്തികൾക്ക് ചൂടുകൊണ്ടോ അലർജി കൊണ്ടോ അല്ലാതെ ചുവപ്പ് നിറം വരുന്നത് സിറോസിസിന്റെ ലക്ഷണമാകാം. കരൾ രോഗവും രക്തപ്രവാഹത്തിന് തടസ്സം വരുന്നത് മൂലമാണ് നീണ്ടു നിൽക്കുന്ന ചുവപ്പ് നിറം വരുന്നത്. സ്പൈഡർ ആൻജിയോമാസ് എന്ന് വിളിക്കുന്ന എട്ടുകാലി വല പോലെ തോന്നിക്കുന്ന ആകൃതിയിൽ ഞരമ്പുകൾ ചുവപ്പ് നിറത്തിൽ കാണപ്പെടാം. സാധാരണ മുഖം, കഴുത്തുകൾ, നെഞ്ച് എന്നിവിടങ്ങളിലാണ് ഇത്തരത്തിൽ പാടുകൾ കാണപ്പെടുന്നത്. കരളിന്റെ പ്രവർത്തന തകരാർ മൂലമുണ്ടാകുന്ന ഹോർമോൺ അസന്തുലിതമാണ് ഇതിന് കാരണം. ഉദരത്തിൽ ഞരമ്പുകൾ തെളിഞ്ഞു കാണപ്പെടുന്നത് കരളിലെ രക്തക്കുഴലുകളുടെ ഉയർന്ന പ്രഷർ മൂലമാണ്. കരളിന് കടുത്ത ക്ഷതമുണ്ട് എന്നതിന്റെ സൂചനയാണ്. ചർമ്മത്തിനുണ്ടാകുന്ന മാറ്റങ്ങളോടൊപ്പം കടുത്ത ക്ഷീണം, വയറ്റിൽ നീര്, കാലിൽ വീക്കം, വിശപ്പില്ലായ്മ, കൺഫ്യൂഷൻ അഥവാ ആശയക്കുഴപ്പം ഇവയും ഉണ്ടാവുകയാണെങ്കിൽ കരളിന്റെ പ്രവർത്തന തകരാറിന്റെ സൂചനയാണിത്. ലിവർ സിറോസിസ് വളരെ സാവധാനത്തിലേ മൂർച്ഛിക്കുകയുള്ളൂ. രോഗം വളരെ നേരത്തെ തിരിച്ചറിയുന്നത് രോഗം കൂടുതൽ സാവധാനത്തിലാക്കാനും സങ്കീർണതകൾ തടയാനും സഹായിക്കും. ശരീരം തുടർച്ചയായ സൂചനകൾ നൽകുകയാണെങ്കിൽ അവയെ അവഗണിക്കരുത്. ഉടനടി വൈദ്യസഹായം തേടണം.